ഹലോ അസ്സലാമലൈക്കും. അപ്പോൾ ഇതിനൊരു ഫ്രൂട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഫ്രൂട്ടാണ് എന്ന് മാത്രം അറിയാം. അപ്പോൾ ആദ്യം നമുക്കിത് കത്തിയും കൊണ്ടൊന്ന് ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുക്കുക. എന്നിട്ട് നമുക്കൊന്ന് കൈ കൊണ്ട് തന്നെ ഇതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് അടർത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ അതിൻ്റെ സ്കിന്ന്. അപ്പോൾ ഇത് തൊലിച്ച് കഴിഞ്ഞപ്പോൾ കൈ നല്ല നീറ്റലായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ സ്കിന്ന് കളയുമ്പോൾ നോക്കി കളയണം കേട്ടോ. അതിൻ്റെ നീര് തട്ടിയിട്ടേ നല്ല നീറ്റലുണ്ടായിരുന്നു കേട്ടോ കൈ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് നമ്മൾ തേങ്ങ പൊതിക്കുന്ന ഒരു ഫീലാണ് കേട്ടോ എനിക്ക് കിട്ടിയത്. നല്ല ബലമുണ്ട് കേട്ടോ തൊലി അടർത്തിയെടുക്കാനായിട്ട്. അപ്പോൾ ഇത് ടേസ്റ്റ് പറയാൻ വലിയ ടേസ്റ്റൊന്നും ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇല്ല കേട്ടോ. ഒരു ലൈറ്റായിട്ടൊരു പുളിപ്പുണ്ട് കേട്ടോ. അതല്ലാതെ വേറൊരു പ്രത്യേകിച്ചൊരു ടേസ്റ്റൊന്നും ഇതിനില്ല. അപ്പോൾ കഴിക്കുന്നതുകൊണ്ട് ശരീരത്തിന് നല്ലതാണ് കേട്ടോ അത് കഴിക്കുന്നത്. അപ്പോൾ ഷുഗർ ഉള്ളവർക്കൊക്കെ ബെസ്റ്റ് മരുന്നാണ് കേട്ടോ അത്. ഷുഗർ കുറയാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതുപോലെ ഒന്ന് കത്തിയും കൊണ്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തിട്ട് നമുക്കൊന്ന് കൈ കൊണ്ട് തന്നെ അടർത്തിയെടുക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ ഉള്ളിലെ അവസ്ഥ. കാണാൻ നല്ല രസമുണ്ടല്ലേ. അപ്പോൾ ഇതിൻ്റെ സീഡൊക്കെ ഒന്ന് ഞാൻ മാറ്റി വെച്ചു കേട്ടോ, നമുക്ക് ഒന്ന് കുഴിച്ചിടാനായിട്ട്. അപ്പോൾ ഇതുപോലെ അടർത്തി ഇത് കഴിക്കാം കേട്ടോ. ജ്യൂസ് അടിക്കാൻ ഒട്ടും കൊള്ളത്തില്ല കേട്ടോ, നല്ല കയ്പ്പാണ്. ജ്യൂസ് അടിക്കാൻ പറ്റില്ല, വെറുതെ ഇങ്ങനെ കഴിക്കാൻ തന്നെ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഫ്രൂട്ടിൻ്റെ പേര് അറിയുന്നവർ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഫ്രൂട്ട് കഴിക്കുന്നതുകൊണ്ട് നല്ല ബെനിഫിറ്റ്സ് ഉണ്ട്. ടേസ്റ്റ് ഇല്ലെങ്കിലും ഹെൽത്തിന് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഷുഗർ ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഇത് വാങ്ങിച്ച് കഴിച്ചോളാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.